Hello guys, welcome to Dubai Fish Market. ഹായ് ഗൈസ്, ഞങ്ങളിന്ന് ദുബൈയുടെ ഫിഷ് മാർക്കറ്റ് കാണാൻ പോവുക. എൻ്റെ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാൽ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴിയൊക്കെ തെറ്റുന്നുണ്ട്. എന്നാലും നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുക. ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. അവിടെ നിറയെ മീനുകളാണ്. ചുവന്ന കളറ്, പച്ചക്കളറ്, എന്തൊക്കെ മീനാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം നമ്മളിങ്ങനെ മീനൊക്കെ നോക്കി നടക്കുക. കൊഞ്ചൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. സാൽമണൊക്കെ ഉണ്ട്, പിന്നെ ചൂര. ഇല്ലാത്ത മീനുകളൊന്നുമില്ല, എല്ലാ മീനും ഉണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കൂന്തലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചാള മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നടന്ന് കാണുക. കണ്ടിട്ടും തീരുന്നില്ല. ഒത്തിരി ഉണ്ട് നടക്കാൻ. അങ്ങനെ ഇങ്ങനെ നടന്ന് നമ്മളിങ്ങനെ മീനുകൾ കണ്ട് നമ്മളൊരു വലിയ ഞണ്ടിൻ്റെ അടുത്തും കൊഞ്ചിൻ്റെ അടുത്തുമൊക്കെ എത്തി. കൊഞ്ചിന് ജീവനുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നേ. വലുതാ ഭയങ്കര വലുതാ. ഞാനങ്ങനെ പിടിച്ച് നോക്കുക. ഇവനെ കടിക്കുമോ ഇനി? ഇല്ല, മരിച്ചുപോയി. ജീവനൊന്നുമില്ല. അപ്പം എന്താണ്ട് കുറേ എണ്ണത്തിനെ പിടിച്ച് വെള്ളത്തിലിട്ടേക്കും. അതൊക്കെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കളിക്കുക. നോക്കുമ്പോൾ അങ്ങ് കളി തന്നെ. എന്തൊക്കെ മീനുകളും, ഞണ്ട്, കൊഞ്ച്, ഇവരെ എല്ലാത്തിനെയും പിടിച്ച് വെള്ളത്തിലിട്ടേക്കുക. പാവങ്ങൾ അതിൽ കിടന്ന് നീന്തി തുടിക്കുക. പിന്നെ ചെന്നപ്പം വേറെ മീനുകൾ കിടക്കുന്ന എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏതാണെന്നും നോക്കുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ദൂ കിടക്കുന്നു കുറേ കളറുള്ള മീനുകൾ. അത് കഴിഞ്ഞിട്ട് അതാ ഒരു മൂക്ക് നീണ്ട മീൻ. ആരിതൊക്കെ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നടക്കുക. എല്ലാം അറിയാവുന്ന മട്ടില്ലേ. പിന്നെ നമ്മളിങ്ങനെ ഇനി ഫിഷ് നമ്മൾ വൃത്തിയാക്കാൻ ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് വന്ന് അകത്ത് കയറി കാണാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഫുഡ് ഇത് ശരിയാക്കാൻ വേണ്ടി കൊടുത്ത് എൻ്റെ കൂട്ടുകാരനായി കൂടെ പോണേ. ഇത് അവൻ്റെ കയ്യിൽ കൊണ്ട് കുറേ മീൻ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയി. അവിടെ എല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ്. അതെല്ലാം ഇങ്ങനെ കണ്ടോട്ട് നടക്കുക. വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ കാണുക. എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന് മീൻ കട്ട് ചെയ്യാൻ കൊടുത്ത് തിരിച്ച് മേടിച്ച്. അതേ ഇരിക്കുന്ന കുറേ അച്ചാറ്. എന്തൊക്കെ അച്ചാറ്? മാങ്ങ അച്ചാറ്, നെല്ലിക്ക അച്ചാറ്, കാന്താരി അച്ചാറ്, ഇഞ്ചി അച്ചാറ്, വെളുത്തുള്ളി അച്ചാറ്. അയ്യോ, അച്ചാറ് എല്ലാ അച്ചാറ്. അതെന്തൊക്കെ ഇതാരൊരു സുന്ദരി. ഇനി നമുക്ക് കുറച്ച് ശാസ്ത്രീയ പഠനത്തിലേക്ക് കിടക്കാം. ഒരു മുട്ട എങ്ങനെ നല്ലതാണോ ചീത്ത മുട്ടയാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ആ പുള്ളിക്കാരൻ പറയുന്നേ. ടോർച്ചൊക്കെ ഉണ്ട് കയ്യില്ലേ. ടോർച്ച് വെച്ചൊക്കെ അടിച്ച് നോക്കിയിട്ടാ പറയുന്നേ. കറുത്ത കളറാണെങ്കിൽ അത് ചീത്തയാ, അതിലേ കറുപ്പില്ലെങ്കിൽ നല്ലതാണെന്നാ പുള്ളിക്കാരൻ പറയുന്നേ. അങ്ങനെ ഓരോ മുട്ടയും ടോർച്ചടിച്ച് പുള്ളിക്കാരൻ്റെ ജീവിതം ഇനിയും ബാക്കി. അങ്ങനെ ബാക്കി മീനൊക്കെ ചുമന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക. ഓക്കെ, ബൈ ഗൈസ്.